തീരെ ആവതില്ലാത്തവർക്ക് സെക്യൂരിറ്റി പണി കിട്ടും. അത് തന്നെ, തീരെ ആവതില്ലാത്ത ആൾക്കാർക്ക് ആ സെക്യൂരിറ്റി പണി കൊടുക്കാറ്. അപ്പോ അതിനർത്ഥം എന്താ, അഥവാ അവിടെ ഏതെങ്കിലും അക്രമമോ അല്ല മോഷണ ശ്രമമോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഇവരെ തല്ലി കൊന്നോട്ടെന്ന്. ചെയ്യാൻ പറ്റത്തില്ല. എടാ ഇപ്പൊ മോഷ്ടിക്കാൻ വരുന്നവനെ, ആരോഗ്യമുള്ളവനെ ആണേലും വയ്യാത്തവനാണെങ്കിലും കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വയ്യാത്ത ആള്, പ്രായം ചെന്ന ആള്, റിട്ടയർ ആയിട്ട് എവിടെയൊക്കെ ഇരിക്കുന്ന ഒരാളെ പിടിച്ച് സെക്യൂരിറ്റി പണി ഏൽപ്പിച്ച് ആണെങ്കിൽ നന്ദി തോന്നുന്നത് എന്താ കുഴപ്പം? ആർക്കും വലിയ നഷ്ടമാണ്. ജനസംഖ്യ കുറയ്ക്കാനുള്ള പരിപാടിയായിരുന്നു. മിക്ക സെക്യൂരിറ്റികളും വയ്യാത്ത ആൾക്കാര്, പ്രായമായ ആൾക്കാര്, ആ ജോലി ചെയ്യാൻ ഒട്ടും ഫിറ്റ് അല്ലാത്ത ആൾക്കാരെ പിടിച്ച് ആ ജോലി ചെയ്യിപ്പിക്കും. അത് കൊള്ളാലോ, അത് കൊള്ളാം. നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു കാഴ്ചയായിരുന്നു അല്ലേ? അപ്പൊ ആ ജോലി ചെയ്യാൻ ഫിറ്റ് അല്ലാത്ത ആൾക്കാരെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കും. അത് തന്നെ. അതേപോലെ തന്നെയാണ് അഭിനയിക്കുക, MG ശ്രീകുമാർ പാട്ട് പാടുക, യേശുദാസ് പാടുക. വയ്യാതായപ്പോഴുള്ള സെക്യൂരിറ്റികളായി ഇവര്. സിനിമയിലെ സെക്യൂരിറ്റികൾ കയ്യാറാതിരിക്കുക. സിനിമയിലെ സെക്യൂരിറ്റികൾ ആരൊക്കെയാണ്? അതുപോലെ തന്നെ ഈ മന്ത്രിമാരൊക്കെ വയ്യ, വെറുതെ കുത്തിയിരിക്കുക. ഇമാരെയൊക്കെ പിടിച്ച് ഓർമ്മയുണ്ടോ ഇവർക്കൊക്കെ ശരിക്കും? ഇവരല്ലല്ലോ. അല്ല, ശരിക്കും ഈ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യണ്ടേ? ഇവർക്ക് ഓർമ്മയുണ്ടോ, വെളിവുണ്ടോ, കണ്ണിന് കാഴ്ചയുണ്ടോ, പല്ലിന് ബലമുണ്ടോ? ഇവരുടെ മാനസികത പരിശോധിച്ചിട്ട്. അതെ, ഇവിടെ ചുമ്മാ തോന്നിയ പോലെ ഏതോ ബെഡലുകളൊക്കെ പിടിച്ച് വിദ്യാഭ്യാസമോ ഇല്ല, വെളിവും ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായേ, ഒരു MLA സ്ഥലം മറന്നുപോയി, എവിടെയാണെന്ന് അറിയില്ല, എവിടെയാണോ, ഇടുക്കിയോ അയ്യോ, ഫോറസ്റ്റ് ഓഫീസിൽ കയറി ഒരു വൻ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ, ഫോറസ്റ്റുകാർ പൊതുവെ ഭയങ്കര റൂഡായിട്ടുള്ള ആൾക്കാരാണെന്ന്, ഇവരുടെ നിയമം ഭയങ്കര കർശനമാണെന്നും, ആൾക്കാരെ ഇങ്ങനെ വെറുതെ കരുതൽ തടങ്കലിലൊക്കെ പിടിച്ചു വയ്ക്കുക, കേസ് ചാർജ് ചെയ്യുക, അകത്താക്കുക. ഒരു ജാമ്യം കിട്ടാനൊക്കെ ഭയങ്കര പാടുള്ള വകുപ്പുകളാണ് ഇവരുടെ. നേരെ പിടിച്ച് അകത്താക്കും. എന്തെങ്കിലും ചെറിയ കേസങ്ങൾ നേരെ അകത്തും. അപ്പൊ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത പണിക്ക് ഫോറസ്റ്റിലോട്ട് ജീവിക്കുന്ന, അതിനോട് അടുത്ത പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ കാര്യം അങ്ങോട്ടാണെങ്കിലും റെസ്ട്രിക്റ്റഡ് ആണ്, റെസ്ട്രിക്ഷൻ. അത് അപ്പുറത്തോട്ട് പോകരുത്, ലൈഫ് പ്രശ്നമുണ്ട് അവിടെ. അവരെ പിന്നെ പിടിക്കാൻ എന്ത് ചെയ്യണം? അതിനെ പിന്നെ അങ്ങനെ ജീവിക്കും. അവിടെ ഉള്ളവർ അതിനകത്ത് ഇവിടെ ഉള്ളത് ജീവിക്കുന്നു. ആ ഏരിയക്കായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ജോലി ജീവിക്കുന്നവരാന്നേ. അത് പറ്റത്തില്ല. എവിടെയോ എന്തോ ആന മറിഞ്ഞെന്നോ ചെരിഞ്ഞെന്നോ എന്താണ്ട് കഥയാണ്. അപ്പൊ ഈ MLA ഈ പരിപാടിയായിട്ട് അവിടെ ഒരു പരിപാടി അവതരിപ്പിച്ചു, പോലീസ് മറ്റേ ഇവരുടെ അടുത്ത്, വനം വകുപ്പ് ഓഫീസിൽ ചെന്നിട്ട്. അപ്പൊ അതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ ആൾക്കാർ പലതും പറയുന്നുണ്ട്. എനിക്കത് കണ്ടിട്ട് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു വനമേഖലയിലോട്ടൊന്നും ആരും അങ്ങോട്ട് ചെല്ലരുത്. അവർ ലിമിറ്റ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തോട്ട് പോകും, അത് പാലിക്കാന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ചോദ്യമൊന്നും. അത് ശരിയാണ്. അതിനപ്പുറത്തോട്ട് പോയാൽ നീ പാകിസ്ഥാന്റെ ബോർഡർ. ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ ഈ ചെറുപ്പക്കാരൻ പാകിസ്ഥാനിൽ നിന്ന് 2 ബോർഡർ കിടന്ന് ഇപ്പുറത്ത് വന്നു. അവന്മാര് എന്ത് ചെയ്ത്? അവന്മാരെ കൊന്നു. അതുപോലെ അല്ല, അപ്പൊ MLA അവിടെ പോയിട്ട് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചോണ്ട് വന്നിട്ട് മറ്റേ ഇവിടെ നക്സൽ മറ്റേ വിപ്ലവം നടക്കും എന്നൊക്കെയാ പറയുന്നത്. പുള്ളി പറഞ്ഞ അങ്ങനെയാ. ടൈപ്പ് ഒരു സാധനം, സായുധ വിപ്ലവം നടക്കും എന്നുള്ള പോലത്തെ ഒരു സാധനമാണ്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, ഇതിനകത്തെ MLA അവിടെ കയറി ചെന്ന് MLAയുടെ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളെ, ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സിനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന പോലത്തെ പരിപാടി അവതരിപ്പിക്കുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. നക്സൽ മറ്റേ സായുധ വിപ്ലവമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നാട്ടിൽ ഇപ്പൊ ഒരു MLA ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എന്തും നടക്കും, ആർക്കും എന്ത് വേണേലും പറയാമല്ലോ. മനസ്സിലായില്ലേ? ഇയാളൊരു കമ്മ്യൂണിസ്റ്റ് എന്തിനാണ് ഇപ്പൊ ഈ നക്സലൊക്കെ മെൻഷൻ ചെയ്യുന്നത്? എന്തിനാ? അല്ലെ, ഈ ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ എന്തിനാണ് നക്സലൈറ്റ് വരുന്നത്? ആർക്കെതിരെ പറഞ്ഞെന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. ഫോറസ്റ്റ് ഓഫീസറെ ഭരണം നിൽക്കുന്ന ആരുടെയില്ല. ഫോറസ്റ്റ് ഓഫീസറെ ഭരിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാർ. അപ്പൊ സംസ്ഥാന സർക്കാരിനെതിരെ നക്സൽ സായുധ വിപ്ലവം ഉണ്ടാവുന്നതാണ് പുള്ളി പറഞ്ഞത്. അതാണ് സംഭവിച്ചത്. എന്തിലാട്ടെ അത് പോട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കാട്ടിലോട്ട് പോകും. കാട്ടിലെ മൈനെ പാട്ട് പഠിപ്പിച്ചതാര്? കുളിർക്കാറ്റും കാറ്റിന്റെ താളത്തിൽ നാടുന്ന. ഈ മൈനയൊക്കെ പാട്ട് പഠിപ്പിച്ച ആരാന്നൊക്കെ ചോദിക്കുന്നവരെ വിളിച്ചോണ്ടെന്ന് വരാമോ? കാട്ടിലെ മൈന അവൻ വരില്ല. അവൻ എന്തിനാ അങ്ങനെ വിളിച്ചാൽ വരില്ല. അവനെന്താ വിളിച്ചാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവും തോന്നുന്നു. ഇത് എഴുതിയവന് കാര്യം മനസ്സിലാവാറില്ല. കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് ആരാണ്? നിന്റെ തന്താന്ന് ഒരു സാധനമുണ്ട്. കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാര്? നിന്റെ തന്ത. കേട്ടിട്ടുണ്ടോ അത്? അടിപൊളി സാധനമാണ്. അപ്പൊ കേട്ടോ, ഞങ്ങള് ഭയങ്കര മോഡേൺ ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് വണ്ടി നിർത്തി തരും.
യൂട്ടർ എടുക്കുന്നവരെടുത്ത് വെക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു രീതി. അവര് നമ്മളെ തിരിച്ചു കാണിക്കാൻ പോവാ. നമ്മള് മൈൻഡ് ചെയ്യരുത് കേട്ടോ. നമ്മള് മൈൻഡ് ചെയ്യില്ല, കാരണം നമ്മുടെ ഡ്യൂട്ടി നമ്മളതേ ഇങ്ങനെ നോക്കി പെരുമാറാൻ. അവര് നമ്മളെ നോക്കി വെക്കണോന്ന് ഇരിക്കുവൊന്നും വേണ്ട. നമ്മളപ്പോ ഇങ്ങനെ നോക്കും സീരിയസ് ആയിട്ട്. നമ്മള് നേരെ നോക്കും റോഡിലോട്ട്. നമ്മൾ റോഡ് നോക്കി വണ്ടി ഓടിക്കുന്നവരാ, അല്ല അവരുടെ വായിക്കാത്തോട്ട് നോക്കിയല്ല. അതിന്റെ ചിരി കാണിക്കോ കൈ വീശി കാണിക്കോ ഒന്നും വേണ്ട. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെല്ലു കാണിക്കും. എന്തിന് നമ്മളെ മര്യാദയ്ക്ക് നമ്മൾ അവിടെ നിർത്തും പോവും. അല്ല നിന്റെ കൈയൊന്നും കാണണ്ട ഇവിടെ. അയ്യടാ കൈ കാണിക്കാൻ പോകും. ഞാനാണെ തിരിച്ച് കാണിക്കത്തുമില്ല. പിന്നെ എന്തിന്? അതൊക്കെ അവരവരുടെ രീതിയിൽ ഓടിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. അല്ല പ്രത്യേക ഒരു കൊണയൊന്നും ഇല്ല ഇതിനകത്ത്. ഒരുത്തരം നിർത്തി കഴിഞ്ഞാൽ വലിയ ഉപകാരം രാജേന്ദ്ര. അതറിയാമല്ലോ രാജേന്ദ്രന്റെ വലിയ ഉപകാരം. രാജേന്ദ്രൻ അറിയാമോ? ഇല്ലടോ. അതായത് രാജേന്ദ്രൻ ചേട്ടന്റെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ ഒരു വാഴക്കൊല ഇങ്ങനെ രാത്രി കക്കുവാണ്, വെട്ടി ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇതിന്റെ അടിയില് ഇതിന്റെ ഓണർ വന്നു കണ്ടു. അപ്പൊ കണ്ടിട്ട് ഇതിങ്ങനെ വെട്ടി ഇങ്ങനെ ഇറക്കുമ്പോ ടാരന്റീനോ മൂവീസിലൊക്കെ ഉള്ള ടൈപ്പ് ക്യാമറ കേട്ടോ. വേണം മണ്ടത്തം വേണ്ട. മണ്ടത്തം കാണിക്കണം. മണ്ടത്തം എനിക്ക് താല്പര്യമില്ല. മണ്ടത്തം അതേസമയം ഇവിടെ വരുന്നറിയോ, അത് തുറക്കേണ്ടി വരും. വെളി പോകും ഇങ്ങനെ വരും. കാണിക്കും മണിരത്നം വരുമ്പോ ഇവിടെ നിന്നാ വരുന്നത്. മനസ്സിലായോ? ഇപ്പൊ നോക്കി ഈ രാജേന്ദ്രൻ ഇങ്ങനെ കൊല വെട്ടി ഇറക്കും. അപ്പൊ താഴെ ഓണർ ഇപ്പൊ ഉണ്ട്. ഓണർ ഈ കൊല ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ പിടിച്ചിങ്ങ് മേടിക്കും. അടിയിൽ നിന്നിട്ട് കണ്ടു ഇയാൾ കക്കുന്നതായിരുന്നു. അപ്പൊ മേടിച്ചിട്ട് കൊല ഇങ്ങനെ മേടിച്ച് താഴോട്ട് വെച്ചിട്ട് വലിയ ഉപകാരം രാജേന്ദ്ര എന്ന് പറഞ്ഞു എന്നാണ് കഥ. കക്കാൻ വന്ന രാജേന്ദ്രനോട് അങ്ങനെ അതൊരു ഉപയോഗമായി. പൃഥ്വിരാജ് എങ്ങനെ ഇരിക്കുന്നു? വലിയ ഉപകാരം ആയപ്പാന്നാണോ? അല്ല ഈ ആംഗിള് പറഞ്ഞോ ഭയങ്കര ഇന്റലക്ച്വൽ. അതുകൊണ്ടാണ് വിചാരിക്കരുത്. ആർക്കും ഒന്നും മനസ്സിലാവരുത്. ആരും ഒന്നും വിചാരിക്കരുത്. ഇന്റലക്ച്വൽ ആണേ. ഇതെടുത്തോ. പിന്നെ ഇത് കണ്ടോ സമയം കാണിക്കും. ഇത് കേക്ക് ഈ അതൊരു കാര്യം. അത് കഴിഞ്ഞു. മതി.